ഹലോ, നമസ്തേ. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ ഡെയിലി എൻ്റെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെയിലി ശ്രദ്ധിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യും ഡെയിലി, പിന്നെ പ്രാക്ടീസ് ചെയ്യും, കളരി കരാട്ടെ, അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഊർജ്ജം നഷ്ടപ്പെടും. അതേപോലെ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഊർജ്ജം, പ്രോട്ടീൻ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിലും വേണം. ഇല്ലെങ്കിൽ നമ്മൾ ഓവറായിട്ട് വർക്കൗട്ട് മാത്രം ചെയ്താൽ നമ്മൾ ടയേർഡാവും, അതിൻ്റെ ഫലം കിട്ടില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെ ഭക്ഷണ രീതിയാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത് എന്നത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്തത്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ കുക്കിംഗ് ഒന്നും അറിയില്ല, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നത് ചിയ സീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് നിങ്ങൾ കഴിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചിയ സീഡ് എന്ന് പറയുന്നത് ഫാറ്റ്, അത് കഴിച്ചുകൊണ്ട് മാത്രം ഫാറ്റ് കുറയില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഭക്ഷണം കഴിച്ച ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് കുറേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നിക്കില്ല. അപ്പോൾ ഇത് കഴിക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ ഇത് 1 ടീസ്പൂണിൽ കൂടാൻ പാടില്ല ഇത്. പക്ഷേ പ്രോട്ടീൻ, ഫൈബർ കണ്ടൻ്റൊക്കെ കുറേ ഉണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അത് കുതിർത്ത് വെച്ച ശേഷം ഇതുപോലെ ഉണ്ടാവും സംഭവം. അപ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരുപാട് ഗുണമുണ്ട്. ഇത് എല്ലാ ഭക്ഷണം കഴിച്ച ശേഷം കഴിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫീല്, വിശപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഇത് രാത്രി കഴിക്കാൻ പാടില്ല. രാത്രി കഴിച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ദഹനം കുറവുണ്ടാവും, ദഹിക്കാൻ പാടാണത്. പിന്നെ ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നത്, ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് ഇതാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയും. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് വെച്ചാൽ 70% ചോക്ലേറ്റ് അടങ്ങിയ ഇതാണ്. പക്ഷെ അത് ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, കയ്പ്പായിരിക്കും. പക്ഷെ ഒരുപാട് ഗുണമുണ്ട്. പിന്നെ ഞാൻ ഡെയിലി ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് കാഷ്യൂനട്ടാണ്. അത് ഒരുപാടൊന്നും ഉപയോഗിക്കില്ല, ഒരു 5-6 എണ്ണം ഉപയോഗിക്കും. പക്ഷെ അത് ഒരുപാട് ഡെയിലി കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഫാറ്റ് കണ്ടൻറ്റ് അതിലുണ്ട്. അപ്പോൾ പ്രോട്ടീൻ മാത്രമല്ല ഫാറ്റും ഉള്ളത് കൊണ്ട് അത് ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന റൈസ് എന്ന് പറയുന്നത് റെഡ് കളർ റൈസാണ്. റെഡ് കളർ എന്ന് വെച്ചാൽ അതിൻ്റെ കറുമ്പലൊന്നും പോവാത്തുള്ള റൈസാണ്. അതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ട്. റെഡ് കളർ എന്ന് വെച്ചിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് വെച്ചിട്ടുള്ള ആ റൈസ് അല്ല കേട്ടോ. അത് നമുക്ക് കഴുകുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതുപോലെ ഉണ്ടാവും റൈസ്. ജൈവ പുഴുക്കലരി എന്ന് പറയും ഇതിന്. ഇത് 1 ഗ്ലാസ് എടുക്കും ഡെയിലി. കുക്കിങ്ങൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇവിടെ, എനിക്ക് അങ്ങനെ വലിയ കുക്കിങ്ങും അറിയില്ല. പിന്നെ ചെറുപയർ, അതൊരു 1/2 കപ്പ് എടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂട്ടി മിക്സ് ചെയ്തിട്ട് കഞ്ഞിയാക്കി കഴിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കഞ്ഞി റെഡിയായി. നല്ല ചുവന്നരിയും ചെറുപയറും ചേർത്തിട്ടുള്ള കഞ്ഞി റെഡിയായി.